നമ്മളിനി നേരെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കോഴിക്കോട് പോയി. എന്റെ മെനു ചോദിച്ചില്ല. അല്ല, നേരെ ഞാൻ തിരിച്ച് ആര്യനാട്ടിലേക്ക് വരികയാണ്. അതായത് മിനിറ്റും സെക്കൻഡും വെച്ചിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ തങ്കു. കാരണം ഈ ഹോട്ടൽ റൂമില് നമ്മളിപ്പോ എല്ലാവരും ഹോട്ടലിലാണല്ലോ ഇവിടെ ഷൂട്ടിന് വരുമ്പോ, തങ്കുനെ മാത്രം കാണുമ്പോണ്ടാവും 2 മണി 3 മണി 4 മണിക്ക് അലാം വെക്കണ പോലെ പുറത്തു പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ? രാവിലെ ഞാൻ ഏർലി മോർണിംഗ് 1 ഗ്രീൻ ടീ. മോണോക്ടല്ല, 1 ഗ്രീൻ ടീ. 1 ഗ്രീൻ ടീ. ഐ സീ. നെക്സ്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റിന് ടീ, ദോശ, പിന്നെ എനിക്ക് ഐ ആം ദ ഫേവറേറ്റ് കഞ്ഞി കടല. കഞ്ഞി കടല ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എഗ് വൈറ്റ് കഴിക്കും. എഗ് വൈറ്റ്. ഓ മൈ ഗോഡ്. ഉച്ചക്ക് ഷാർപ്പ് 1 മണിക്ക് കുത്തരിച്ചോറ് ഊണ്, നല്ല മീൻകറി അല്ല, ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ആണ്. അവിയൽ, തോരൻ, അങ്ങനെ അച്ചാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. രാത്രി ആകുമ്പോ വീണ്ടും കഞ്ഞി. രാത്രി കഞ്ഞി കുടിച്ചിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി പിണങ്ങോ? പിണങ്ങും. ടീമേ, ഞങ്ങൾ എത്തി. വാതിലോർക്കൂ. ഫോട്ടോ വെച്ചില്ലേ വീട്ടില്? രാവിലെ എണീക്കുമ്പോ അമ്മച്ചിക്ക് കിച്ചണിലായിക്കോളൂ. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി എന്താ നല്ല തേങ്ങ എടുത്തിട്ട് ഒന്നാമ്പാലം എന്ന് പറയും, പിഴിഞ്ഞിട്ട് ഒന്നാമ്പാലം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ജീരകം ഇടും. നല്ല ജീരകം, കുറച്ച് പഞ്ചസാരം കൂടി ഇട്ടിട്ട് ആ ചൂട് ഇടിയപ്പത്തിന്റെ മുഖത്തേക്ക് ഒന്നാമ്പാല് ഒഴിച്ചിട്ട് കഴിക്കലുണ്ട്. ഞാൻ 5 എണ്ണമെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചക്ക് ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ബീച്ചാണ്. ബീച്ചിന്റെ അവിടെ പോയിട്ട് നല്ല പെട്ടക്കണ അയില കിട്ടും. കാട്ടയില എന്ന് പറയും ഞങ്ങള്. ചോറ് കഴിഞ്ഞ പാത്രത്തിൽ ആ വലിയ അയിലട നല്ല ചൂട് കറി അങ്ങോട്ട് ചോറ് കുറച്ചിട്ട് അങ്ങോട്ട് പൊളിച്ചിട്ട് അങ്ങോട്ട് തിന്നണ തീരില്ലേ. വീണ്ടും രാത്രി ആ അയിലട 1 വർഷം കൂടെ ഉണ്ടാവും. അവള് പറഞ്ഞതുപോലെ എങ്ങനെ രാവിലെ ചക്കക്കുരു ഉണ്ടാവും, ഉച്ചയ്ക്ക് ചക്കക്കുരുണ്ട് കിടക്കുന്ന സാധാരണക്കാരുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ശരി, അപ്പൊ ഇവിടെ ഇത്രയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ചോദിക്കാൻ കാരണം സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പുട്ടുകുറ്റി തള്ളുകുറ്റി. പുട്ടുംകുറ്റി തള്ളുംകുറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 or 3 പേരായിരിക്കും വരണ്ടായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോ ഒരു ടീം മെമ്പർ ഈ ഒരു എന്തതിന് പറയാ, ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരാള് ലൈക്ക് അതിന്റെ ഉള്ളിൽ കിടക്കും. അപ്പോ നമ്മൾ 2 ബലൂൺ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വേണം ഈ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് പോകേണ്ടത്. ദെൻ രണ്ടാമത്തെ ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളെ തള്ളാനായിട്ട് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ തള്ളെന്ന് പറഞ്ഞത് ഉന്തി ഈ പുട്ടുംകുറ്റി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ ടീമിലെ 3rd മെമ്പർ അവിടെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ ഉള്ളിലത്തെ ആൾ എണീറ്റ് വന്ന് ഈ 2 ബലൂൺ ആ കോസ്റ്റ്യൂമിന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ മാക്സിമം അതൊരു നല്ല അടിപൊളി രൂപത്തിലേക്കാക്കി ഒരു ഫോമിലേക്ക് ആക്കി കൊണ്ടിരുന്ന മാക്സിമം നമ്പർ ഓഫ് ബലൂൺസ് യൂസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. റെഡി? നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തള്ളു. ഇനി കൊണ്ടുവരാ. എടാ അജുംഷ, അവളെങ്ങനെയെങ്കിലും സൈക്കിളെ കയറിയാണെങ്കിലും വന്നോളൂ. വാരിക്കാട് ഷാപ്പിൽ പോയിട്ട് കള്ളുകൂടിയന്മാർ ഇറങ്ങിപ്പോ ഒരു ഐഷു പോയ. അടി ഇറ്റലിന്ന് വന്ന കൊച്ചേർന്ന് കാണിക്കണേണ്ട. പെട്ടെന്ന് അജുംഷ. അത് തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കിങ് കോങ്ങിന്റെ പ്രകടനമാണ് ഇതാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിനിഷ് ബസ് അണിയിച്ചൊരുക്കുന്ന കിങ് കോങ്. പോട്ടെ കണ്ടിന്യൂ. എന്താണ് സംഭവം? പൊട്ടിപ്പോയോ? ഈക്വലായി ഇപ്പോ 2 പേരുടെ ഓരോന്ന് പോയി. അത് മാക്സിമം കുട്ടിത്തം കയറ്റി വിടണം കേട്ടോ. വിട്ടോ വണ്ടി വിട്ടോ അജുംഷ.
എന്തൊക്കെ ചെയ്താലേ അല്ലേ അളിയാ അരി വായിക്കാൻ അല്ലേ അല്ലേ? ഞങ്ങളുടെ കൊച്ചു വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയേ. കുട്ടിത്തത്തിന്റെ ടീമിലെ അടിക്കടി അയ്യോ ഒരെണ്ണം പൊട്ടി തിരിച്ചു പോണം. അല്ലല്ല ഉള്ളത് വെച്ചാ മതി. നമ്മൾ ടീമിൽ തിരിച്ചു പോ. ഇറങ്ങി പോ. നമ്മൾ ടീമിൽ തിരിച്ചു പോ. Time is over. കാരണം എന്താണെന്നറിയാമോ? സൂസു നിർത്തി. അതുകൊണ്ട് ഇനി ഈ മാവില് കൊമ്പില് ചാടി കയറിയല്ലേ പറ്റുള്ളൂ. അവിടെ മാങ്ങയുണ്ട്. അതെ. മാങ്ങ കിട്ടും. കുറച്ചുകൂടെ ഇനാഗ്രേഷൻ പിടിക്കണം. ഒന്ന് തുടങ്ങിക്കോട്ടെ. പക്ഷെ കേട് വന്ന് മാങ്ങ ചേച്ചി. കുട്ടിത്തം മാറി ഇപ്പൊ മുറ്റിത്തമായി മാറി. കുട്ടിത്തം പറഞ്ഞ കുറെ ഞങ്ങളോട് കളിയാക്കണ്. കുട്ടിത്തോ ക്യൂട്ട്നെസ് ഒക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാ. അത് ഉള്ളതാ എനിക്ക്. അയ്യോ ആ ചേട്ടനില്ലേ ക്യൂട്ട്നെസ് കുട്ടിത്തം. കുട്ടിത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കുട്ടിത്തം ഉള്ളി വരുമ്പോ വരുന്ന സാധനം. ഇനി ഇവർ രണ്ടുപേരിൽ ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് അറിയണം. അതിനു മുമ്പ് രണ്ടുപേരും ഫോർവേഡ് വരും. ഇതിലെ ജയിച്ചിട്ടുള്ളത് തങ്കച്ചൻ വിതുര ആന്റി. ഒരിക്കലുമല്ല വിനു അടിമാലി ആന്റി. എന്തിനെ കൂടെ തുള്ളിയത്? പക്ഷേ ഞാനങ്ങനെ എപ്പോഴും പലതും പറയും. അപ്പോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് ടു വീണ്ടും വിനു അടിമാലി ആന്റി. പച്ച
ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ തോറ്റോണ്ട്. അതെ പക്ഷേ വാടി വാടി വാടി. പക്ഷേ ഉണ്ട് പക്ഷേ. എന്തൊക്കെ പറഞ്ഞാലും ചാലഞ്ച് തന്നെയാണ്. അനുവിന്റെ ടീം തോറ്റു കഴിഞ്ഞാൽ എന്ത് ഇവര് പറഞ്ഞാലും ചെയ്യാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ബിരിയാണി ഉണ്ടാക്കി തരാൻ ശരിയല്ലേ? പറയാം. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവർക്കുള്ള ടാസ്ക് നിങ്ങളല്ല കൊടുക്കുന്നത്, നിങ്ങൾക്കുള്ള ടാസ്ക് തരുന്നത് നിങ്ങളാണ്. മനസ്സിലായി? ചേച്ചി ഇവിടെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല എന്റെ ടീമിലുള്ള, എനിക്ക് വ്യക്തമായിട്ട് നിനക്കൊക്കെ സമ്മതിച്ചാ. നിങ്ങൾക്കുള്ള ടാസ്ക് കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം. ആ ടാസ്ക് ഇത്തവണ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാനായിട്ടല്ല പറഞ്ഞേ. ആ ടാസ്ക് ഉള്ളത് ഇതിപ്പ വരും, സ്വന്തമായിട്ട് ഇപ്പൊ തന്നെ വരും. അപ്പറിയാം ബിനു അടിമാലിയുടെ ടീമിനാണോ തങ്കച്ചൻ വിതുര നയിക്കുന്ന ടീമിനാണോ ഇത്തവണ ഈ ഒരു ടാസ്ക് ലഭിക്കാൻ പോണെന്നുള്ളത്.